രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീത വാനദൂതരോടണി ചേരാ ആത്മബലിയർപ്പിക്കാൻ. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീത വാനദൂതരോടണി ചേരാ ആത്മബലിയർപ്പിക്കാൻ. പൂർണ്ണാത്മാവാലാരാധിക്കാം സുരഭില കാഴ്ചകളേകാം. പൂർണ്ണാത്മാവാലാരാധിക്കാം സുരഭില കാഴ്ചകളേകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നോയമ്പുകാലത്തിന്റെ ഈ അവസരത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മളിലുള്ള തിന്മകളും പാപങ്ങളും കുറിച്ച് ഓർക്കാം. നമ്മൾക്കറിയാം, ഈ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ തെറ്റുകളിൽ നിന്നും നമ്മൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ പൂർണ്ണമായ അനുതാപത്തിൻ്റെ ആവശ്യകതയുണ്ട്. നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളിലേക്ക് അങ്ങയുടെ പൂർണ്ണമായ അനുതാപത്തിനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രത്യേകിച്ച് നമ്മളിലുള്ള ആ തിന്മകളും പാപങ്ങളും നിന്ന് അകന്നു മാറി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്ന് യാചിക്കാം. ഇപ്പോൾ ഈ വിശുദ്ധ ബലി യോഗ്യത കൂടി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തോടും പ്രിയ സഹോദരി സഹോദരന്മാരോടും മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തീയലികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആണ്ടുതോറുമുള്ള തപസ്കാലത്തിലെ കൂദാശകളുടെ അനുഷ്ഠാനം വഴി ക്രിസ്തുവിന്റെ രഹസ്യം ഗ്രഹിക്കാൻ തക്കവണ്ണം ഞങ്ങൾ വളരാനും അനുയുക്തമായ ജീവിതശൈലി വഴി അതിൻ്റെ ഫലങ്ങൾ പ്രാപിക്കുവാനും ഇടയാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു: ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച്
തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തതയും പാപവും മൂലം അവൻ മരിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രയേൽ ഭവനമേ, കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാവും? കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാവും? ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാവും? പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രയേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രയേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാവും? കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി നിയമജന്മാരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷായി എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് നീ ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി
സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗിയെ നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഒന്നാം വായന, രണ്ടാം വായനയെല്ലാം നമ്മുടെ ഈ നോയമ്പ് കാലത്ത് വളരെ അത്യാവശ്യമായ വചനങ്ങളാണ്. പ്രത്യേകിച്ച് എസെക്കിയേലിൽ നിന്ന് ഇന്നത്തെ ആദ്യത്തെ വായന 18-ാം അധ്യായം 21 മുതൽ 28 വരെ, എസെക്കിയേൽ 18, 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണമായും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ വായനയുടെ അവസാനത്തിൽ പറയുക, ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കാലയളവിൽ, നമ്മൾ ഈ കഴിഞ്ഞ നോയമ്പിന് ശേഷം ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റും തിന്മയും പാപങ്ങളെല്ലാം നമ്മൾ ചെയ്തവരാണ്. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് അതിനെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് പൂർണ്ണ മനസ്താപത്തിനും പശ്ചാത്താപത്തോടും അനുദപിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പഴയ ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഒരു പുതിയ ജീവിതം സ്വന്തമാക്കിക്കൊണ്ട് തിന്മയുടെയും പാപത്തിൻ്റെയും ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഇത് നന്മകളുള്ള ജീവിതം, നീതിയുടെ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ജീവൻ രക്ഷിക്കുമെന്ന് പറയുക. ആയതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാർ, നമുക്കറിയാം നമ്മുടെ കെൽപ്പില്ലായ്മ, കഴിയില്ലായ്മ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്കറിയാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് ആരാണോ താങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളും പോരായ്മകളും തെറ്റുകളും തിന്മകളും അകറ്റാൻ പരിശ്രമിക്കും, അവർക്ക് മാത്രമേ അവരുടെ ജീവിതത്തിൽ വ്യത്യാസവും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പുതിയ ജീവിയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ നോയമ്പ് കാലത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ആവശ്യവും. ആയതിനാൽ നമുക്ക് പ്രത്യേകിച്ച് ദൈവകൃപ യാചിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മളെ തന്നെ നല്ല വിധത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മളെ കുറവുകളും പോരായ്മയിൽ നിന്ന് അകന്ന് പുണ്യത്തിൻ്റെയും നന്മയുടെയും ജീവിതം നയിക്കാൻ നല്ലവനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാം, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളു നീ. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളു നീ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ
കാണിക്കയാ. സഹോദരന്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങൾ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവെ, കാഴ്ചവെക്കാനുള്ള ഈ യാഗദ്രവ്യങ്ങൾ വഴി ധന്യമായ കുദാശയെ തന്നെ ആരംഭം ആഘോഷിക്കുന്ന ഞങ്ങളെ അതിന് യഥോചിതം യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഞങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃത്യർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് 40 ദിവസം ഭൂമിയിലെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഉപവാസാനുഷ്ഠാനത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. പുരാതന സർപ്പണത്തിൻ്റെ എല്ലാ കണികളും തകർത്തുകൊണ്ട് തിന്മയുടെ പുളിപ്പിനെ പരാജയപ്പെടുത്തുവാൻ അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ യോഗ്യമായ മാനസങ്ങളോട് പെസഹാരെ ആകർഷിച്ചുകൊണ്ട് അവസാനം നിത്യ പെസഹായിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലാഖമാരുടെ വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് അഭിരാമം സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമ. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കെടുക്കപ്പെട്ട് സമരസാര പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിന് അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെല്ലയോ 14 മാപ്പയും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനെയും വൈദികണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ട ഞങ്ങളെല്ലാ ബന്ധുമിത്രാദികളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും മൊത്ത നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കന്യയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവിന്റെ ശരീരം നിത്യജീവിതത്തിനായി സംരക്ഷിക്കപ്പെടുന്നു. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസം പരിപോഷിപ്പിക്കുകയും
പ്രത്യാശ വർധനമാക്കുകയും ഉപവി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയപ്പത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളതും സത്യവുമായ അപ്പമാകുന്ന അവിടുത്തെ തീക്ഷ്ണമായി ആഗ്രഹിക്കാൻ ഞങ്ങൾ പഠിക്കുകയും അങ്ങേ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ട് ജീവിക്കാൻ ശക്തരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂരമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ.